നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഒരിക്കൽ പത്രോസും യോഹന്നാനും 3-ാം മണി നേരത്ത് പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവനെ ചിലർ ചുമന്നുകൊണ്ട് വന്ന് അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ ചെല്ലുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈ പിടിച്ച് എഴുന്നേറ്റു. ക്ഷണത്തിൽ അവൻ്റെ കാലും നെരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടി ദേവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷ യാചിച്ചുകൊണ്ട് ഇരുന്നവൻ എന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായിത്തീർന്നു. കർത്താവായ യേശു 2 പേരെ വീതമാണ് തൻ്റെ ഐഹിക കാലത്ത് സുവിശേഷം അറിയിപ്പാൻ ഇസ്രായേൽ നാട്ടിലേക്ക് അയച്ചത്. ഇപ്പോൾ അപ്പോസ്തലന്മാരിൽ 2 പേർ സുവിശേഷം അറിയിക്കാൻ പോവുകയാണ്. അത് യോഹന്നാനും പത്രോസുമാണ്. യോഹന്നാനും പത്രോസും യേശുവിൻ്റെ ഐഹിക ജീവകാലത്ത് ഇന്നർ സർക്കിളിൽപ്പെട്ട ആളുകളായിരുന്നു. അവർ 3 പേര്, യോഹന്നാനും യാക്കോബും പത്രോസും. യേശു അവരെ പല പ്രത്യേക സ്ഥലങ്ങളിലും കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഞങ്ങൾ യെരുശലേമിൽ ഓഫീസിൽ സിംഹാസനത്തിൽ ഞങ്ങൾ ഉപവിഷ്ടരായിരിക്കാം, നിങ്ങളൊക്കെ പോവുക എന്നല്ല പറഞ്ഞത്. പത്രോസും യോഹന്നാനും ഇതിനു ശേഷവും അവർ ഫിലിപ്പോസ് പ്രവർത്തിക്കുന്ന ശമരിയയിൽ പോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ 2 പേരും കൂടെ യെരുശലേം ദേവാലയത്തിലേക്ക് പോവുകയാണ്. സമയം സന്ധ്യയായി. കാരണം പിന്നീട് 4-ാം അധ്യായത്തിൽ വൈകുന്നേരം ആകൊണ്ട് അവരെ തടവിലാക്കിയെന്ന് 4:3 വായിക്കുന്നുണ്ട്. ഇവിടെ 9-ാം മണി നേരമെന്ന് എഴുതിയിരിക്കുന്നത് വൈകുന്നേരം 3 മണി സമയത്താണ്. യഹൂദന്മാർക്ക് രാവിലെ 9 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും പിന്നീട് വൈകുന്നേരം 3 മണിക്കും ഉള്ള പ്രാർത്ഥന ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പത്രോസ് യോഹന്നാനും അവിടെ പോയി പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നതല്ല. കാരണം അവർ മുറ്റത്ത് അല്ലെങ്കിൽ തിണ്ണയിൽ അല്ലെങ്കിൽ മണ്ഡപത്തിൽ, സൊലോമോൻ്റെ മണ്ഡപത്തിൽ അവിടെ ആണ് അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് അവർ ദേവാലയത്തിനകത്തേക്ക് ചെല്ലുകയാണ്. ദേവാലയത്തിനകത്തേക്ക് എന്നത് അവിടെ വ്യക്തിപരമായിട്ട് ആളുകളോട് സുവിശേഷം പറയാൻ പറ്റിയാൽ പറയാം എന്നുള്ള ആ കാര്യത്തിനാണ്. നമുക്ക് അവരുടെ ധൈര്യം. അവർ ആ ദേവാലയത്തിനകത്ത് ചെന്ന് സുവിശേഷീകരണം നടത്താനായിട്ട് ധൈര്യപ്പെടുകയാണ്. അങ്ങനെ വേണം. കർത്താവ് പറഞ്ഞു, ചെന്നായ്ക്കളുടെ നടുവ് കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന്. അപ്പോൾ ആ ധൈര്യമാണ് പത്രോസിനും യോഹന്നാനും ഉണ്ടായിരുന്നത്. അവർ ആ ദേവാലയത്തിൻ്റെ ഗോപുരവാതുക്കൽ, സുന്ദര ഗോപുരവാതുക്കൽ ചെന്നപ്പോൾ തന്നെ അവർക്ക് ശുശ്രൂഷയുടെ അവസരം ഉണ്ടാകുകയാണ്. അവിടെ ഒരു ജന്മന മുടന്തനായ മനുഷ്യനെ അവിടെ ഇരുത്താറുണ്ട്. അവന് 40 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് 4:22 എഴുതിയിട്ടുണ്ട്. അപ്പോൾ 40 വയസ്സുള്ള ഒരു പ്രായമുള്ള മനുഷ്യനെ ചുമക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സമകരമായ ഒരു കാര്യമാണ്. അതിന് ആളുകൾ തയ്യാറായത് അവനോട് സ്നേഹം കൊണ്ടൊന്നും ആയിരിക്കുകയില്ല. 16-ാം അധ്യായത്തിൽ ഒരു വെളിച്ചപ്പാടത്തിയെ നമ്മൾ കാണുന്നുണ്ട്. അവർക്കും ഉണ്ടായിരുന്ന യജമാനന്മാർ. കാരണം അവൾ ലക്ഷണം പറയുമ്പോൾ കിട്ടുന്ന പൈസ ഇവർ ഊറ്റിയെടുക്കുകയായിരുന്നു. അതുപോലെ ഇവന് കിട്ടുന്ന ഭിക്ഷയിൽ നിന്നും ഇവർ ആവശ്യത്തിന് എടുക്കുക, അതായിരുന്നു. ഈ ആരാധനാ സ്ഥലത്തോട് ബന്ധപ്പെട്ട് ഒരുപാട് കവർച്ചയും
ഒരുപാട് അഴിമതിയും നടക്കുന്നുണ്ടല്ലോ ഏത് കാലത്തും. യേശു തന്നെ എന്താ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി, വാണിഭശാലയാക്കി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഈ മനുഷ്യന് സൗഖ്യം കിട്ടിയപ്പോൾ അപ്പോസ്തലന്മാർക്കെതിരെ തിരിഞ്ഞത് അവനെ കൊണ്ട് ഇരുത്തിയ ആളുകൾ ഉൾപ്പെടെ ആയിരിക്കാം. അവന് സൗഖ്യം കിട്ടിയല്ലോ എന്നുള്ള ആ സന്തോഷമൊന്നുമല്ല, സൗഖ്യം കിട്ടിയല്ലോ എന്നുള്ള ദുഃഖമാണ് അവർക്ക് ഉണ്ടായത്. ഞങ്ങളൊക്കെ സുവിശേഷം അറിയിക്കാൻ ഓരോ നാട്ടിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് എതിരായിട്ട് ഏറ്റവും അധികം പ്രവർത്തിക്കുന്നത് ഈ അവിടുത്തെ ഷാപ്പുകാരാണ്, കള്ള് ഷാപ്പുകാരാണ്, മദ്യഷാപ്പുകാർ. കാരണം ഈ വിശ്വാസികൾ യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ കള്ള് ഷാപ്പിൽ കൊണ്ട് പൈസ കൊടുക്കാൻ പോകത്തില്ല. അപ്പോൾ അവരാണ് ചില കള്ളുകൂടിയന്മാരെ ഇളക്കി വിട്ട് അവരുടെ മീറ്റിംഗ് ഒന്ന് കലക്കണം എന്നൊക്കെ പറയുന്നത്. ആളുകൾ നശിക്കുന്നത് അവർക്ക് വിഷയമല്ല, അവർക്ക് പണം ഉണ്ടാകണം. അവർ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. മയക്കുമരുന്നുകാർക്കും മദ്യക്കാർക്കും ഒക്കെ അവർക്ക് പണം ഉണ്ടാകണം എന്നുള്ളതല്ലാതെ ഈ പണമൊന്നും അവർക്ക് കൊണ്ടുപോകാൻ വഴിയേയില്ല എന്നൊന്നും പാവങ്ങളെ ചിന്തിക്കുന്നില്ല. പക്ഷേ ആളുകൾ നശിക്കുകയാണ്. അതുകൊണ്ട് ജനത്തിന് നന്മയുള്ള കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്തായാലും ആ മനുഷ്യൻ പൈസ കിട്ടുമെന്ന് വിചാരിച്ച് കൈനീട്ടി പത്രോസ് യോഹന്നാനും പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾ ആഭരണം ധരിക്കുന്നവരല്ല എന്നല്ല, വെള്ളി നാണയങ്ങളോ പൊന്നാണയങ്ങളോ ഞങ്ങളുടെ കൈവശമില്ല. യേശുവിൻ്റെ കൈവശവും ഇല്ലായിരുന്നു. യേശു ഒരിക്കൽ കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു വെള്ളി നാണയം ഒന്ന് കാണിച്ചേ തൻ്റെ പോക്കറ്റിലില്ലായിരുന്നു. അപ്പോസ്തലന്മാരുടെ കയ്യിലും ഇല്ലായിരുന്നു. അവരുടെ കാൽക്കലാണ് ആളുകൾ വസ്തു വിറ്റുകൊണ്ട്, നിലം വിറ്റുകൊണ്ട് വലിയ സംഖ്യകൾ, 5000 ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംഖ്യകളൊക്കെ ഏൽപ്പിക്കുന്നത്. പക്ഷേ അതൊന്നും അവർ തൊടുന്ന പ്രശ്നമില്ല. അതിൻ്റെ ഒന്നും കറ അവരുടെ കയ്യിലില്ലായിരുന്നു. കാരണം അവർ പറഞ്ഞു, ഞങ്ങളോ പ്രാർത്ഥനയിലും അതിന് ശുശ്രൂഷയിലും ഉറ്റിരിക്കും. അപ്പോൾ അവർ പ്രാർത്ഥനയിലും അതിന് ശുശ്രൂഷയിലുമാണ് ശ്രദ്ധിച്ചതല്ലാതെ കാശുണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഇല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ പത്രോസും യോഹന്നാനും പറഞ്ഞു, വെള്ളി നാണയങ്ങളും പൊന്നാണയും ഞങ്ങൾക്കില്ല. പക്ഷെ ഒന്നുണ്ട്, നസറേന യേശുവിൻ്റെ നാമം. നസറേന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ അവൻ എഴുന്നേറ്റ് അവൻ്റെ കാലിൽ നെരിയാണി ഓർത്തി അവൻ നടന്നും തുള്ളി ദേവാലയത്തിലേക്ക് കടക്കുകയാണ്. കാരണം ദേവാലയത്തിൽ ദൈവസാന്നിധ്യം ഉണ്ടെന്നുള്ള ഒരു ചിന്ത അവന് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഇതുവരെ അവനങ്ങോട്ട് കിടക്കാൻ കഴിഞ്ഞിട്ടില്ല, മുറ്റം വരെ വന്നിട്ടുള്ളൂ. പക്ഷേ സന്തോഷം ഉണ്ടായപ്പോൾ അവൻ അവരോടുകൂടെ, അപ്പോസ്തലന്മാരോട് കൂടെ അകത്തേക്ക്. അപ്പോൾ ജനങ്ങൾ ഇവിടെ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നവനല്ലേ എന്ന ആശ്ചര്യത്തോടെ നോക്കാൻ ഇടയായിത്തീർന്നു. ആളുകൾ പെട്ടെന്ന് ഓടിക്കൂടി. പ്രിയപ്പെട്ടവരെ, സുവിശേഷം അറിയിക്കുവാനായി കർത്താവ് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. നമ്മൾ ധൈര്യത്തോടെ ഇറങ്ങണം. കർത്താവ് സഞ്ചരിക്കുന്നവനായിരുന്നു. അതുപോലെ നിങ്ങൾ പോകുക എന്നാണ് യേശു പറഞ്ഞത്. നമ്മൾ പോകുമ്പോൾ കർത്താവ് നമുക്ക് വാതിലുകൾ തുറന്നു തരും. തീർച്ചയായിട്ടും അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. അതാണ് ഈ മുടന്തൻ്റെ ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.